ഗുഡ് ഈവനിങ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പോ ഇന്നലെ നമ്മൾ നോക്കിയ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നോ? ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ക്യൂ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യണതേ, അത് നമ്മളത് റെഡ് ആയിട്ട് ഇങ്ങനെ ഇത് കണ്ടില്ലേ പെട്ടെന്ന് ക്യൂ എന്ന് പറയുന്ന സെലക്ഷൻ കൊടുക്കുമ്പോ അല്ലെ? അതെന്തായാലും സെലക്ഷൻ കൊടുത്തപ്പോ ഒന്നും വരുന്നില്ലേ? ക്യൂ അമർത്തുമ്പോ ഒന്നും ആവണില്ല. അത് നമ്മുടെ ലെയറിന്റെ സെക്ഷനിൽ ചുവപ്പ് കാണുന്നുണ്ട്, സ്ക്രീനിൽ അത് വിസിബിൾ ആവുന്നില്ല. ആവുന്നില്ല അല്ലെ? ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് ഇപ്പൊ മാജിക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇൻവേഴ്സ് സെലക്ഷൻ കൊടുത്തു, കൺട്രോൾ ഷിഫ്റ്റ് ആയി പ്രസ് ചെയ്തു, ഇൻവേഴ്സ് കൊടുത്തു. ജസ്റ്റ് ക്യൂ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മൊത്തം റെഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അത് ക്വിക്ക് മാസ്ക് എന്നാണ് അതിന്റെ പേര് പറയാം കേട്ടോ, ക്വിക്ക് മാസ്ക്. ഇങ്ങനെയാക്കി ആക്കി നോക്കി നോക്കോ? പിന്നെ ആക്കുമ്പോ പറ്റുന്നുണ്ടോ നോക്കി നോക്ക്. സെലക്ഷൻ കളയാതിരിക്കണല്ലേ? സെലക്ഷൻ കളയാൻ പാടില്ല. ആ സെലക്ഷൻ എവിടെ വരെ എത്തി, എങ്ങനെ കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നമുക്ക് ക്വിക്ക് മാസ്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കി, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഞാൻ വിശ്വസിക്കണോ? കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കണോ? ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് വിചാരിക്കണോ? അല്ലേ? പറഞ്ഞോളൂ. ഇന്നലത്തെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെ അല്ലേ? ഞാൻ ചെയ്തിട്ട് കിട്ടാനിട്ടല്ല, എനിക്ക് ചെയ്യാൻ നേരം കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട്. കുഴപ്പമില്ല. അപ്പൊ പ്രാക്ടീസ് ചെയ്താൽ മതി. സമയം കിട്ടുമ്പോഴേ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. നമ്മള് ഓരോ ദിവസം ക്ലാസ് എടുക്കുന്നതും ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കഴിഞ്ഞ ദിവസം ക്ലാസ്സും കൂടി വെച്ചിട്ടാണ് നമ്മൾ ആ ടൂളും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത്. ഇന്നത്തെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നതും ഇന്നലെ പറഞ്ഞ ടൂളും മിഞ്ഞാന്ന് പറഞ്ഞ ടൂളും കൂടി യൂസ് ചെയ്തിട്ടാണ് ഇന്ന് പറയുന്ന ക്ലാസ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മറ്റേ ടൂൾസിലെ ബ്രഷ് ടൂളാണ്. ബ്രഷ് ടൂൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, പണ്ട് എല്ലാവരും പെയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ വിൻഡോസിലുള്ള പെയിന്റ് പറഞ്ഞ സോഫ്റ്റ്വെയർ അറിയാലോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷ് ടൂൾ, ജസ്റ്റ് വരയ്ക്കാൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ് ടൂളാണ് ഇത് കേട്ടോ. അപ്പൊ നമുക്ക് പെയിന്റിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കുറച്ച് സൈസ് കൂട്ടിയിട്ടൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം, നോയ്സ് പോലെ സ്പ്രേ ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടാവുക. പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഈ ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ബ്രഷ് ടൂള് പല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ സെലക്ഷന് വേണ്ടിയിട്ടും അതേപോലെ ഞാൻ കാണിച്ചു തരാം, ഓരോന്നോരോന്നായിട്ട് പടിപടിയായിട്ട് കാണിച്ചു തരാം. ആദ്യം ഈ ബ്രഷ് ടൂളിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് വരച്ചെടുക്കാനാണ് ഈ ബ്രഷ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. എലമെന്റിന്റെ ഒക്കെ ഒരു കളറിങ് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോ ഗ്രേഡിയേഷൻ ഒക്കെ ആയിട്ടുള്ള ഇമേജുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്, ബ്രഷിങ് പോലെ ചെയ്തിട്ടുള്ളതൊക്കെയാണ്. പല പല കളറുകളായിട്ട് വിബ്ജിയോർ കളറൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇമേജുകൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ചെയ്യുന്നത് ഈ ബ്രഷ് ടൂളൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഈ ബ്രഷ് ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുക, അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ജസ്റ്റ് ഒരു പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ എന്ന് പറഞ്ഞതിൽ കൺട്രോൾ ആൻഡ് ന്യൂ. അതിനകത്ത് ഞാൻ A4 ആണ് സെലക്ട് ചെയ്തത്. അതിനകത്ത് ജസ്റ്റ് പേര് കൊടുത്തു, വർക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്കൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ബ്രഷ് ടൂൾ എന്ന് പറയുന്നതിന്റെ ടൂളിന്റെ ഉള്ളിൽ കുറെ ടൂൾസ് ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ആദ്യം ബ്രഷ് ടൂൾ നോക്കാം. അതിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് B ആണ്. കീബോർഡിൽ B പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് ടൂൾ ആണ് കേട്ടോ. ഷിഫ്റ്റ് പിടിച്ച് B പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളിലത്തെ ടൂൾസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഷിഫ്റ്റ് പിടിച്ചിട്ട് B പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളിലത്തെ ടൂൾസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് പറഞ്ഞ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ബ്രഷ് ടൂൾ വെച്ചിട്ട് നമ്മള് ഇതിനകത്ത് ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ചിലപ്പോ ബ്ലാക്ക് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ വരുന്നുണ്ടാവുക. ഓക്കെ. നമ്മളിവിടെ താഴെ ഒരു കളറിങ്ങിന്റെ ഒരു ബോക്സ് ആയിട്ട് കാണുന്നുണ്ടാവും അടിയിൽ. ഈ ലെഫ്റ്റ് സൈഡിലെ ടൂൾസിന്റെ ഉള്ളിൽ തന്നെ താഴെ ഒരു മുകളിൽ ബ്ലാക്കും അടിയിൽ വൈറ്റും. നമുക്ക് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ടാബ് വരും, ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ.
എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ കളറായിരിക്കും വരിക. ബ്രഷ് ചെയ്യുമ്പോൾ ആ കളറായിരിക്കും വരിക. ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അതായത് റൈറ്റിലേക്ക് നീക്കിയ സൈസ് കൂട്ടാനും ലെഫ്റ്റിൽ നീക്കിയ സൈസ് കുറയ്ക്കാനും, അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫെദർ ചെയ്യാനും, അതേപോലെ തന്നെ താഴോട്ട് നീക്കിയ ഹാർഡ്നെസ് കൂട്ടാനും. അത് അങ്ങനെ തന്നെ എല്ലാ ബ്രഷും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ കളർ വെച്ച് ജസ്റ്റ് തന്നെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഓക്കെ കളറാവുന്നു, ബ്രഷ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ബ്രഷ് ടൂളിന്റെ ഉപയോഗം. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഫെദർ ചെയ്ത് വരയ്ക്കാനും എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്യാനും ഒക്കെ കളർ കൊടുത്ത് ഫില്ല് ചെയ്യാനും പിക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഓൾട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കളർ പിക്ക് ചെയ്യാം. ഏത് കളർ വേണ്ടത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ലൈറ്റ് കണ്ടോ, ഇവിടെ വരുമ്പോൾ ലൈറ്റ് ആണോ, ഓൾട്ട് കീ പ്രസ് ചെയ്താ കേട്ടോ, ഓൾട്ട് കീ. ഇതൊക്കെ ഷോർട്ട് കീ ഒക്കെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ, ഓൾട്ട് കീ. ആ കളറായിരിക്കും വരിക. ഷിഫ്റ്റ് പ്രസ് ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് റൗണ്ടിൽ വരുന്നത് സെലക്ട് ആണോ, റൗണ്ട് ആയിട്ട് വരുന്നത്? റൗണ്ടിൽ വരുന്നത് ഓൾട്ട് പിടിച്ചിട്ട് നമ്മൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ കളർ കാണിക്കുന്നത് മുകളിൽ കാണിക്കുന്ന കളറാണ് നമ്മൾ പിക്ക് ചെയ്യുന്ന കളർ, ചേഞ്ച് ചെയ്യുന്ന കളർ കേട്ടോ. കണ്ടോ, മുകളില് നമ്മൾ താഴ്ഭാഗം കാണുന്ന നമ്മുടെ സെയിം കളർ, നമ്മൾ പിക്ക് ചെയ്യുന്ന കളർ ഇതാണ്. മുകളിൽ കാണുന്ന കളർ പകുതി റൗണ്ടിൽ കാണുന്ന കളറല്ലേ, അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ, പിക്ക് ചെയ്യുന്ന കളറാണ് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, ഓൾട്ടിക്ക് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ താഴ്ഭാഗത്ത് കാണുന്ന കളറായിരിക്കും, അല്ല മുകളിൽ കാണുന്ന കളറായിരിക്കും നമ്മൾ പിക്ക് ചെയ്യുന്ന കളർ കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് പിക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുത്തെ കളറായിരിക്കും താഴെ കാണിക്കുന്നുണ്ടാവുക. പിന്നെ ചേഞ്ചസ് വരുന്നതാണ് മുകളിൽ കാണിക്കുന്ന ആ കളർ. പിക്കിംഗ് ടൂള് നമ്മൾ എവിടെ നിന്നാണ് ക്ലിക്ക് ചെയ്യുന്നത് ആ ഭാഗത്തെ കളറായിരിക്കും താഴെ കാണിക്കുന്നുണ്ടാവുക, ഹാർഡായിട്ട് കാണിക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ മുകളിലത്തെ കളർ ചേഞ്ച് വരും. ആ കളറാണ് നമ്മൾ പിക്ക് ചെയ്യുന്ന കളർ വരുന്നത് കേട്ടോ. അത് എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കിയോ? ഓക്കെ, അപ്പോ അതാണ് നമ്മൾ ബ്രഷ് ടൂൾ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ്. ഈ ബ്രഷ് ടൂളും അതേപോലെ തന്നെ പെൻ ടൂളും ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ മെയിൻ ആയിട്ടുള്ള ഘടകം, മെയിൻ ആയിട്ട് ടൂൾസ്. ഈ ബ്രഷ് ടൂൾ വെച്ചിട്ട് തന്നെ നമ്മൾ പല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇമേജിന്റെ എഡ്ജുകളൊക്കെ സ്മൂത്ത് ചെയ്യാൻ, അതായത് ഇങ്ങനെ കളർ കൊടുത്തിട്ട് വൈറ്റ് ഏരിയൊക്കെ വരുമ്പോൾ നമ്മൾ ആ കളർ പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സ്മൂത്ത് ചെയ്യാനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഹെയർ ഒക്കെ ഇല്ല, നമ്മളിപ്പോ ഫോട്ടോ എടുത്തു, ഒരു ലേഡിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ മറ്റേ ഹെയർ ഒക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും നമ്മൾ കറക്റ്റ് ആയിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വരച്ചെടുക്കും, അതായത് ഇങ്ങനെ ഷേപ്പിലൊക്കെ വരച്ചെടുക്കും. അതിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബ്രഷ് ടൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ബ്രഷ് ടൂൾ യൂസ് ചെയ്യാനായിട്ട് ഒരു പാഡ് ഉണ്ട്, അതായത് പ്രഷർ പെൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമുക്കൊരു ഈ ലാപ്ടോപ്പിൽ നമ്മൾ മൗസ് പോയിന്റിന്റെ പാഡ് കാണുന്നത് പോലെ വേറെ എക്സ്ട്രാ പാഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പെന്നും ഉണ്ടാവും, പെൻ വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്യും. അത് ഈ ബ്രഷ് ടൂൾ അതിൽ അമർത്തുന്ന പ്രഷറായിരിക്കും ഇവിടുത്തെ ഹാർഡ്നെസ് വരിക. അപ്പൊ അതൊക്കെ വെച്ചിട്ട് വരയ്ക്കാനൊക്കെ ആയിട്ട് ഈ ബ്രഷ് ടൂൾ ആണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോ അത് മനസ്സിലാക്കി വെക്കുക, എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ബ്രഷ് ടൂള് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് തന്നെ നമ്മൾ വേറെ ടൂളും കണ്ടിട്ടുണ്ട്, പെൻസിൽ ടൂൾ. അതെങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഇതൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആവശ്യത്തിന് ഘട്ടങ്ങളിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പെൻസിൽ ടൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് ഹാർഡ്നെസ് കൂട്ടുന്ന സാധാരണ അതേപോലെ തന്നെ, വലുപ്പം കൂട്ടുന്നതും വലുപ്പം കുറക്കുന്നതും അതേപോലെ തന്നെ. പക്ഷെ പെൻസിലിന്റെ എഡ്ജ് പോലെ ആയിരിക്കും നമുക്ക് വരിക, അതായത് എഡ്ജൊക്കെ ഭയങ്കര പിക്സൽസ് ആയിരിക്കും. ഫെദർ ചെയ്ത് വരച്ചാലും ആ ഒരു പിക്സൽസ് അങ്ങനെ നിൽക്കും. ജസ്റ്റ് പാനോണ്ടൊക്കെ വരയ്ക്കുന്ന ആ ഒരു ഫിഗർ കണ്ടോ, കറക്റ്റ് ഇതല്ല, ജസ്റ്റ് പാനോണ്ടൊക്കെ എഴുതില്ല നമ്മള്, അതേപോലെ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും വല്ല ലെറ്ററൊക്കെ വരച്ചെടുക്കാനോ. ഓക്കെ, അത് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത് പോലെ തന്നെ ഉള്ള ഒരു ടൂള്. അത് നമ്മൾ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ, അതായത് വരയ്ക്കുന്ന സമയത്ത്
ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനോ ഒന്ന് ടച്ച് ചെയ്തെടുക്കാനോ ഒക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ടൂൾ പറഞ്ഞത് എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ. ഇനിയിപ്പോ അടുത്ത അതിനുള്ളിൽ തന്നെ വേറെ ടൂൾ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഓരോ ടൂളിന്റെ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് കളർ റീപ്ലേസ്മെന്റ് ടൂളാണ്. അപ്പൊ അതിന് റീപ്ലേസ്മെന്റ് ടൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന കളർ ചേഞ്ച് ചെയ്യാം. അപ്പൊ അതായത് ഇപ്പൊ ഞാൻ പിക്ചർ ഇതിനകത്ത് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ താഴ്ഭാഗത്ത് ഇപ്പൊ ഇതിന്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞ ഫ്ലോർ കാണുന്ന ആ ഏരിയയിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. റെഡ് നമ്മൾ സെലക്ട് ചെയ്ത് താഴ്ഭാഗത്ത് കാണുന്നതിന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അവിടെ പോയിട്ട് ഞാൻ റെഡ് കൊടുത്തു. ഈ ടൂൾ വെച്ചു, അതായത് കളർ റീപ്ലേസ്മെന്റ് ടൂൾ, അത് വെച്ച് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ഞാൻ ഈ ഇമേജ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ചെയ്ത് നോക്കാമല്ലോ. ഒറ്റ മിനിറ്റ്. അത് ഫ്ലോറിൽ മാത്രമാണോ വരാതെ? അല്ല, എവിടെയായാലും ഞാൻ ഫ്ലോർ ജസ്റ്റ് വരച്ചെന്നുള്ളൂ. ഫ്ലോർ അല്ലെങ്കിൽ ഏത് ഭാഗത്തായാലും കുഴപ്പമില്ല. ഏത് കളറാണോ ചേഞ്ച് ആവുന്നത് ആ ഭാഗത്തെ ഷാഡോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് ആ കളർ മാത്രം ചേഞ്ച് ആവും. ആദ്യത്തെ ടോണിൽ ക്ലിക്ക് ചെയ്ത ആ ഒരു ഇതിൽ മാത്രം നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അതായത് പിക്കർ വെച്ച് പിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണുന്ന ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്തെ കളർ ഏതാണോ അത് വെച്ചിട്ട് അത് മാത്രം ചേഞ്ച് ആവും. ഞാൻ ഇമേജ് ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്ത് നോക്കൂ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. ഞാൻ ബ്രഷ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ? ആ ഷാഡോസും കാര്യങ്ങളും ഒന്നും മിസ്സാവില്ല. ആ ഒരു കളർ മാത്രം നമുക്ക് അവിടെ ചേഞ്ച് ആവും. ബ്രഷിന്റെ വലിപ്പം കൂട്ടാൻ ഞാൻ പറഞ്ഞത് പോലെ സെയിം, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ഓൾട്ടേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ്നെസ് കുറച്ചാക്കാം, ഇതൊക്കെ ആക്കാനായിട്ട് പറ്റും കേട്ടോ. ഇമേജ് ഷെയർ ആയിട്ടില്ലല്ലോ. ഇമേജ് ഷെയർ ആയിട്ടില്ലേ? വന്നിട്ടില്ലേ? ഒരു മിനിറ്റ് ഞാൻ നോക്കിയോട്ടെ. ഒരു മിനിറ്റ് സെൻഡ് ആവണേ ഉള്ളൂ. ഒരു മിനിറ്റ്. ആയിട്ടുണ്ട് 10 MB ഫയൽ സെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. കിട്ടിയില്ലേ? ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കി നോക്കുക. ആ റീപ്ലേസ്മെന്റ് കളർ റീപ്ലേസ്മെന്റ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് ടൂൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. സൈസ് ഇതിലായാലും കുഴപ്പമില്ല, സെലക്ഷന്റെ പോർഷൻ ശ്രദ്ധിച്ചാൽ മതിയില്ല. അതായത് നമ്മൾ ഏത് ഭാഗത്തെ കളറാണോ ചേഞ്ച് ചെയ്യുന്നത് ആ ഇത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ആ ഭാഗം മാത്രം ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് പോവുക, ബ്രഷ് ചെയ്ത് പോവുക. എവിടെയാണ് ചെയ്ത് നോക്കാം. വണ്ടിയാണെങ്കിൽ വണ്ടി മാത്രം ചെയ്ത് നോക്കാം. ഇതിന്റെ ഹാർഡ്നെസ് നമ്മളിപ്പോ താഴ്ഭാഗം ഡാർക്ക് ആയതുകൊണ്ടാണ് നമുക്ക് അധികം ഓപ്പോസിറ്റ് വേണ്ടി വന്നിട്ടില്ല. മനസ്സിലായോ? നേരെ മറിച്ച് നമുക്ക് കുറച്ച് ഇപ്പൊ ലൈറ്റ് ഭാഗമാണ്. നമ്മളിവിടെ ത്രഷോൾഡ് മറ്റേ ഇവിടെ ഒരു സംഭവം ഉണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കി എല്ലാവരും, എന്നിട്ട് പറയാം. ഇല്ല, ചെയ്തില്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയൂ കേട്ടോ. അതെല്ലാം പറയൂടെ. ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? അതായത് ഇപ്പൊ നമ്മള്
കളർ റീപ്ലേസ്മെന്റ് ടൂളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കളർ റീപ്ലേസ്മെന്റ് ടൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഷോർട്ട് കീ വരുന്ന ബി ആണ്. അത് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇതിവിടെ നമ്മൾ ഏത് കളറാണോ മാറ്റം ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ ജസ്റ്റ് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. കളർ സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ കളറിൽ പോയിട്ട് കളർ ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പൊ റെഡ് ആണെങ്കിൽ റെഡ്, അല്ലെങ്കിൽ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, ഏതായാലും കുഴപ്പമില്ല. അവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ കളറായിരിക്കും അവിടെ വരിക. സർ അവിടെ 2 കളർ കാണുന്നത് അത് ഏതൊക്കെയാണ്? ഏത് കളറാ ഇപ്പൊ ഞാൻ കാണിച്ചു? അല്ല, അവിടെ 2 അത് ബാക്ക്ഗ്രൗണ്ട് ഒരു 2 സ്ക്വയറിൽ 2 കളറുകൾ കാണും. അത് എവിടെ? അതായത് നമ്മുടെ റിവേഴ്സ്, അത് ഞാൻ പറഞ്ഞുതരാം. അത് റിവേഴ്സിൽ ചെയ്യുന്ന സംഭവമാണ്. അതായത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ സെലക്ട് ചെയ്യാ നമ്മളിപ്പം? മുകളിലത്തെ ഏറ്റവും മുകളിൽ എടുക്കുന്നത് കേട്ടോ. മറ്റേ കളർ മാസ്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് മുകളിലത്തെ കളർ ചേഞ്ച് ചെയ്താൽ മതി. ചെയ്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കേട്ടില്ല, ആരെ പറഞ്ഞ മനസ്സിലായില്ല. ഒന്ന് ഉറക്കെ പറയോ, കേൾക്കുന്നില്ല. വോയിസ് ബ്രേക്ക് ആയിട്ടാ കേൾക്കുന്നത്, അതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല കേട്ടോ. അത് പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞതാ. പറ്റുന്നില്ല എന്നാണോ പറഞ്ഞത്? പറ്റുന്നുണ്ടെന്നാണോ പറഞ്ഞത്? പറ്റുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം ഞാൻ. അല്ല, അത് ചെയ്യാൻ പറ്റുന്നുണ്ട് പറഞ്ഞത്. വോയിസ് എനിക്ക് കേൾക്കുന്ന ബ്രേക്ക് ആയിട്ടാ കേൾക്കുന്നത്, അതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല വോയിസ്. അതാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അതാണ് കളർ റീപ്ലേസ്മെന്റ് ടൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ എളുപ്പ വഴികളാണ് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത്. അതായത് ഇതൊക്കെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യേണ്ടിയൊക്കെ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുക. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല നമ്മളൊന്നും ചെയ്യേണ്ടത് കേട്ടോ. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കർവിൽ മറ്റേ ലെയേഴ്സിൽ പോയിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ വെച്ച് വരുമ്പോൾ മാത്രമാണ് ഈ ടൂൾ നമ്മൾ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഇനി ഇവിടെ ടോളറൻസ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. അതായത് ഇതിനകത്ത് ഹാർഡ്നെസ് ഉണ്ട്. അതായത് ഇതിന്റെ ബ്രഷിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ കൂട്ടുന്നത്. അതായത് എത്രമാത്രം റേഞ്ചിൽ പിടിക്കണം. ഇപ്പൊ 30% നമുക്ക് എടുക്കുന്നുണ്ടാവില്ല എല്ലാവരെയും. അതായത് ഇതിന്റെ റേഷ്യോ, അതായത് ഈ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയില്ലേ, എത്രമാത്രം ക്യാച്ച് ചെയ്ത് പിടിക്കണം ഷാഡോസ്, അങ്ങനെയൊക്കെ പറയുന്നതിന്റെ സംഭവമാണ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. കൂടുതൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അത് ആവശ്യമായി മാത്രം കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ 30% തന്നെ മതി കേട്ടോ. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അതിന്റെ അളവ് കൂട്ടിയിട്ടാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യും. ഇപ്പൊ അധികം ആക്കിയിട്ട് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ടയറിന്റെ മേലെ കയറിയ പോലെ ഒക്കെ കയറി പോകും. അപ്പോ അത് നമ്മുടെ ഇമേജിന്റെ ക്വാളിറ്റി, ഇമേജിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് വേണം, റെസൊല്യൂഷൻ നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അത് കൂട്ടണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ ഇതാണ് കേട്ടോ. അപ്പോ 30% തന്നെ മതിയാവും, വേറെ അധികം ഒന്നും കൂട്ടേണ്ടതായിട്ടില്ല കേട്ടോ. അപ്പൊ ഈ ടൂള് ഇത്രയേ ഉള്ളൂ. കളർ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കളറ് ഏതാണ് കളറ് അതിനെ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ മിക്സർ ബ്രഷ് ടൂളാണ് പിന്നെയുള്ള ടൂള്. അതായത് നമ്മളിപ്പോ ഒരു വൈറ്റ് പോർഷൻ വൈറ്റ് പേജാന്ന് വിചാരിക്കുക. നമ്മളിപ്പോ ഈ രണ്ട് കളറുകളൊക്കെ മിക്സ് ചെയ്തിട്ട് കാണാറില്ലേ, അതായത് ജസ്റ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പിക്ചറുകളൊക്കെ കാണാറില്ലേ, അതേപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഈ ടൂൾ വെച്ചിട്ട് ജസ്റ്റ്
മിക്സർ ബ്രഷ് ടൂൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ബ്രഷ് ചെയ്യാണ്. ഓക്കെ, ബ്രഷ് ചെയ്തു. പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ കളർ ചേഞ്ച് ചെയ്യാണ്. അപ്പൊ നമുക്ക് രണ്ടും കൂടിയിട്ട് മിക്സപ്പ് ആയിട്ട് വരും. ഒരു ഫെദർ ആയിട്ടാണ് മിക്കതും ഇത് ബ്രഷ് ആവുക. മനസ്സിലായി? ഇതിന്റെ ബ്രഷിങ് എന്ന് പറയുന്നത് ഒരു നമ്മൾ സാധാരണ ബ്രഷിങ് പോലെയല്ല, ഒരു സ്പ്രേ പോലെ, ഒരു ഭയങ്കരമായിട്ട് ബ്ലറായിട്ടാണ് ബ്രഷ് ആവുക. ഇങ്ങനെയാണ് ഒരു, അതായത് ഇങ്ങനെ വിട്ട് ഡോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുന്ന പോലെയാണ് ഇതിന്റെ ബ്രഷിങ് എന്ന് പറയുന്നത്. ഏതാ ഷെയ്ഡ് ചെയ്യാനൊക്കെ പറ്റും അല്ലെ? കളർ ഷെയ്ഡിങ്ങിന് വേണ്ടിട്ടൊക്കെ, അതായത് ഇങ്ങനെ രസമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ട് ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യില്ല, പൂവൊക്കെ ക്രിയേറ്റ് ചെയ്യില്ലേ, അതേപോലെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൂളാണ് ബ്രഷ് ചെയ്ത് പോകുമ്പോൾ. ക്ലിക്ക് ചെയ്തൊക്കെ അറിയാം, ഹാർഡ്നെസ് കൂട്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ? അങ്ങനെയൊക്കെ ഒരു ജോയിന്റിങ് മൊത്തം ഒരു ക്ലിക്ക് ചെയ്തിട്ടാണ് ബ്രഷിന്റെ മൂവ്മെന്റ്. നമ്മൾ സാധാരണ മറ്റു ബ്രഷിന്റെ ഒക്കെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ അതേ കളറിൽ തന്നെ ഫില്ലായിട്ടാണ് പോവുക. മറ്റേതെന്ന് പറയുന്നത് മൊത്തത്തിലൊരു ബ്ലറായിട്ട് അങ്ങനെ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്ത് പോകുന്ന പോലത്തെ ഒരു ബ്രഷിങ് ആണ് അതിന് വരിക. അപ്പൊ അത് ഈ ബ്രഷ് സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ആർട്ടിസ്റ്റിക് ലെവലിലൊക്കെ വരയ്ക്കില്ലേ, ഈ ഫേസിലൊക്കെ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ടൊക്കെ വരയ്ക്കില്ലേ, ആ സമയത്തൊക്കെയാണ് ഈ ടൂളിന്റെ ആവശ്യം വരിക. ഈ പറഞ്ഞ പോലെ പെൻസിൽ ടൂൾ ആയാലും അതേപോലെ തന്നെ ഈ പറഞ്ഞ മിക്സർ ബ്രഷ് ടൂൾ ആയാലും യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഫേസ് ഒക്കെ വരച്ചെടുക്കുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിലാണ് ഈ ടൂളിന്റെ ഒക്കെ ആവശ്യം വരുന്നത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ 4 ടൂളിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ഈ ബ്രഷിങ് എന്ന് പറയുന്ന ടൂളിൽ ഈ 4 ടൂളും യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് സാഹചര്യത്തിൽ ഏത് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതായത് വർക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോ ചിലപ്പോൾ വരച്ചു വന്നിട്ടുള്ള ഫോട്ടോ ആയിരിക്കാം, അപ്പൊ അതിനകത്തൊക്കെ വേറെ ചിലപ്പോൾ നോയ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബ്രഷുകളിൽ ഏതെങ്കിലും ബ്രഷിന്റെ ടൂൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യാം. നമ്മുടെ ഏതായിരിക്കും അവിടെ സൂട്ടബിൾ ആണെന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. അത് നമ്മൾ നോക്കിയിട്ട് വൃത്തിയായിട്ട് ചെയ്യും. അപ്പൊ ഇനി എന്ന് പറയുന്നത് ഇനിയാണ് ഫോട്ടോഷോപ്പിന്റെ ഒരു പ്രധാനമായ ഒരു ഘടകം ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നമ്മൾ ക്വിക്ക് മാസ്ക് എന്ന് പറഞ്ഞ അത് കാര്യം ഞാൻ പറഞ്ഞല്ലോ. ക്യൂ പ്രസ് ചെയ്യുമ്പോൾ ഒരു മാസ്കിങ് നമുക്ക് വരുന്നുണ്ട്. സെലക്ഷൻ എവിടെയൊക്കെയാണുള്ളത് അവിടെയൊക്കെ നമുക്കൊരു 2 കളറായിട്ട് നമുക്ക് കിട്ടും. ഒബ്ജക്റ്റ് മാത്രം മാറിയെന്ന് 2 കളറായിട്ട് കിട്ടും. ഈ ക്വിക്ക് മാസ്ക് എന്ന് പറയുന്നത് ഒരു മാസ്കിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതായത് നമുക്ക് ഇമേജിനെ ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ഇമേജ്, ഈ കാറിന്റെ ഒരു ഇമേജ്, ഈ ഇമേജിനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും മിസ്സാവാതെ തന്നെ നമുക്ക് ഇതിനെ മാസ്ക് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ ഒരു ഇമേജിന്റെ പുറം ഭാഗത്ത് കാണുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാതെ തന്നെ നമുക്ക് സെലക്ഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുമില്ല, ജസ്റ്റ് പെൻ ടൂൾ വെച്ചിട്ട് ആദ്യം ഞാൻ ഇത് ഡ്രോ ചെയ്ത് സെലക്ഷൻ കൊടുക്കും. അതിനുശേഷമാണ് പിന്നെ മാസ്കിങ്ങിന്റെ കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ആദ്യം കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ അത് ഞാൻ ചെയ്യാണ്. അത് കൺട്രോൾ വെച്ചിട്ട് ഞാൻ ഇത് കട്ട് ചെയ്യാനുണ്ട് ഈ ഇമേജിനെ. എല്ലാവരും പെൻ ടൂൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. എല്ലാവരും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിപ്പിംഗ് വേണമെങ്കിൽ ചെയ്തോളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലിപ്പ് ചെയ്യാൻ ടൈം എടുക്കുമല്ലോ എല്ലാവർക്കും. അപ്പൊ ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും പറയുമ്പോഴേക്കും അത് ക്ലിപ്പിംഗ് കഴിയും. അപ്പൊ ക്ലിപ്പിംഗ് വേണമെങ്കിൽ ചെയ്തോളൂ ഈ ടൈമില്.
ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു എലമെന്റ് ഉണ്ടാവും പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ ടോട്ടൽ ടയർ ഉണ്ട് ഓൾറെഡി. അപ്പൊ അതിന് ചെറിയ ഷെയ്ഡേ ഉള്ളൂ. അപ്പൊ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഭാഗം ജസ്റ്റ് വരയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ. സാർ ഈ പെൻ ടൂൾ യൂസ് ചെയ്യുമേ നമുക്ക് ഈ സെലക്ഷനിൽ ഈ കർവേച്ചർ പെൻ ടൂളിന്റെ അത് വെച്ചാലും ചെയ്തുകൂടെ നമുക്ക്? പെൻ ടൂളിന്റെ മനസ്സിലായില്ല, എന്താണ് പെൻ ടൂളിന്റെ? 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, കർവേച്ചർ ആയിട്ടും ചെയ്യാവുന്നത് സെലക്ഷൻ. അപ്പൊ നമുക്കത് ഇതന്നെ ഫ്രീ ട്രാൻസ്ഫോമും അതിലേത് ഉപയോഗിച്ചാലും കുഴപ്പമില്ലല്ലോ നമുക്ക് ഇല്ല, കറക്റ്റ്. നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ പെൻ ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് നമ്മൾ മറ്റുള്ള ടൂൾ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എഡ്ജുകളിലെ ഒരു ഷാർപ്നെസ് വ്യത്യാസം വരും. ഒരു എന്താ പറയുക, നോയ്സ് പോലത്തെ ഒരു പിരിപിരി പോലെ സംഭവം വരും, പിക്സൽസ് പോലെ. സ്മൂത്ത് ആയിരിക്കില്ല. ഇതിലാകുമ്പോ അത് ഉണ്ടാവില്ല. അപ്പൊ പെൻ ടൂൾ വെച്ചിട്ട് വേണം എല്ലാ വർക്കും ചെയ്യുമ്പോഴും കട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു റിസൾട്ട് കിട്ടും, പക്ഷെ നമുക്ക് പിന്നീട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു നോയ്സ് ഒക്കെ ഭയങ്കര ടച്ച് ചെയ്യുമ്പോഴേ ആ ഒരു നോയ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ടച്ച് എടുക്കാനായിട്ട് കിട്ടില്ല, എഡ്ജൊന്നും കിട്ടില്ല ശരിക്കും. പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഷാർപ്പായിരിക്കും എഡ്ജൊക്കെ. നമ്മൾ ഡിസൈനിങ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻസിന്റെ ഒരു മനസ്സിനകത്ത് കാണുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി വർക്കാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടാണ് വരിക. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ആ ഒരു ആക്യുറസി, അത് വർക്കിന്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ ഡിസപ്പോയിന്റഡ് ആവും. അതായത് വർക്ക് കുഴപ്പമില്ല, ഒന്നും കുറ്റമൊന്നും പറയില്ലായിരിക്കും, പക്ഷെ കുഴപ്പമില്ല എന്നുള്ള പറഞ്ഞിട്ട് അവർ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാതെ നമ്മൾ വിടാൻ പാടില്ല. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സമയം കുറച്ച് എടുത്താലും നമ്മുടെ വർക്കിന്റെ ആ ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. സംഭവം 10 മിനിറ്റ് കൊണ്ട് ഇപ്പൊ ചെയ്യാൻ മറ്റേ കണ്ടന്റ് ടൂൾ വെച്ചിട്ട് നമുക്ക് അത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പം എന്ന് പറയുന്നത് ആ എഡ്ജിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ വിസിറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ഫിഗർ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ഇമേജ് നമ്മൾ പെൻ ടൂൾ വെച്ച് കട്ട് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി മറ്റൊരു ടൂൾ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടില്ല. ഇപ്പൊ ചെറുതാണെങ്കിലും അത് മാക്സിമം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ പെൻ ടൂൾ വെച്ചിട്ട് കട്ട് ചെയ്യുക. നമ്മൾ ആദ്യമേ തന്നെ അങ്ങനെ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ആദ്യത്തിൽ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇതായിരിക്കും, വർക്ക് അടിപൊളി സംഭവമായിട്ട് വരണ്ടേ, വർക്ക് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഹായ് എന്ന് പറയാനുള്ളൊരു ഇത് വരണ്ടേ. അപ്പൊ നമ്മൾ ക്വാളിറ്റി ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. കറക്റ്റ് അതേ ക്വാളിറ്റി തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പൊ ഓക്കെ, നമ്മുടെ ഇപ്പൊ ഞാനിപ്പോ ഇത് ക്ലിപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് സെലക്ഷൻ കൊടുക്കാനായിട്ട് എന്താ നമ്മൾ ചെയ്യാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയാ സെലക്ഷൻ കൺട്രോൾ ജെ അല്ല സെലക്ഷൻ കൊടുക്കാൻ എങ്ങനെയാ? കൺട്രോൾ എൻ്റർ. കൺട്രോൾ എൻ്റർ. ഓക്കെ, ശരി. ഓക്കെ, കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെലക്ഷൻ കിട്ടും. ക്യൂ അടിച്ചു കഴിഞ്ഞാല് ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തൊക്കെ എന്ന് കാണാൻ പറ്റും. ക്യൂ ജസ്റ്റ് ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ, കണ്ടോ? ഓക്കെ. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിക്ക് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് മാസ്ക് എന്നാണ് എന്നെ പറയാ. ക്യൂ പ്രസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ, ക്ലിക്ക് മാസ്ക്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം. വേർഡ്സുകൾ പറയുമ്പോൾ ക്ലിക്ക് മാസ്ക് ചെയ്യുക അങ്ങനെയൊക്കെയാണ് പറയാ. ഇപ്പൊ ജ്വല്ലറികളുടെ ഒക്കെ വർക്കുകൾ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അപ്പൊ അവിടെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലിപ്പിംഗ് ആയിരിക്കും മെയിൻ. ക്ലിക്ക് മാസ്ക് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ പറയാം പെട്ടെന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ക്യൂ അടിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അവിടെ വർക്കൗട്ട് ആവും. ഇപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ നമ്മൾ വരച്ചു, ചുറ്റോടും വരച്ചു. അപ്പൊ നമ്മൾ അതിനെ പാത്തിനകത്ത് പോയി കഴിഞ്ഞാൽ എന്താ കാണുക, വർക്ക് പാത്ത് എന്നാണ് കാണുക. നമ്മളത് പാത്തിനെ മാറ്റാനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സേവ് പാത്ത് ആക്കണം. അല്ലാതെ നമ്മൾ വേറെ എന്തുവരെയും വരച്ചു കഴിഞ്ഞാൽ ഈ പാത്ത് പോകും. ഓക്കെ, അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് പറഞ്ഞ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്തു കേട്ടോ.
അപ്പൊ അതെല്ലാവരും വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പറയൂട്ടോ. ജസ്റ്റ് ഞാൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഈ ക്വിക്ക് മാസ്ക് വരെ എത്തിച്ചിട്ട് എല്ലാവരും ഒന്ന് പറയും. എല്ലാവരും വരച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കണോ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ വരച്ചു കഴിഞ്ഞ് ക്യൂ അടിക്കുമ്പോൾ സെലക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ സാധാരണ ഇത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെയ്യുന്ന കൺട്രോൾ ജെ പ്രസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ചെയ്യണ്ട. അതായത് കൺട്രോൾ ജെ പ്രസ് ചെയ്യുമ്പോൾ നമ്മളത് കട്ട് ചെയ്യാണ്. അതിനോടൊന്ന് ജസ്റ്റ് ആ ഒരു ഇമേജിനെ മാത്രം നമ്മളത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് വന്നോട്ട്. അങ്ങനെ ചെയ്യണ്ട. അതിന് പകരം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ലെയേഴ്സിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന് ജസ്റ്റ് കോപ്പി എടുക്കുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ന്യൂ ലെയർ പറയില്ലേ, അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന്റെ കോപ്പി കിട്ടും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ന്യൂ ലെയർ പറയാറുണ്ടല്ലോ, അവിടെ പോയിട്ട് ആ പ്ലസിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ അവിടെ അടുത്തൊരു കോപ്പി വരും. ഓക്കെ, അതെല്ലാം ചെയ്ത് നോക്കി. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഡ്രാഗ് ചെയ്തിട്ട് ആ ന്യൂ ലെയറിന്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ആ പ്ലസിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോ ബാക്ക്ഗ്രൗണ്ടിന്റെ കോപ്പി കിട്ടും. ഓക്കെ, ഇല്ല കിട്ടിയിട്ടില്ല. ക്യൂ അടിക്കുമ്പോ സെലക്ഷൻ മാസ്കിങ് കാണുന്നില്ലല്ലോ. സെലക്ഷൻ ആയോ? ചുറ്റോട് സെലക്ഷൻ വന്നിട്ടുണ്ടോ? സെലക്ഷൻ വന്നിരുന്നു. എന്നിട്ട് അല്ലെങ്കിൽ പാത്തിന് പോയിട്ട് ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ സെലക്ഷൻ വരും. സെലക്ഷൻ പോയതോ? പാത്തിന് പോയിട്ട് ജസ്റ്റ് പാത്ത് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ വരും. സെലക്ഷൻ വന്നു. പ്രസ് ചെയ്ത് നോക്ക്. വന്നു. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ചെയ്യേണ്ടത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതിന്റെ കോപ്പി എടുക്കാനായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡ്രാഗ് ചെയ്ത് പോകുന്നു. അവിടെ പോയിട്ട് നമ്മൾ ന്യൂ ലെയറിൽ പോയി ജസ്റ്റ് അവിടെ ഇട്ട് കൊടുക്കുന്നു, പ്ലസ് ഇട്ട് കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിന്റെ കോപ്പി കിട്ടും. മനസ്സിലായില്ല. അതായത് നമ്മള് ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ കോപ്പി കിട്ടാനായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളിപ്പോ ബാക്ക്ഗ്രൗണ്ട് ലെയറിന്റെ കോപ്പി കിട്ടാനായിട്ട് നമ്മള് ബാക്ക്ഗ്രൗണ്ട് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ന്യൂ ലെയറിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുന്ന ഒരു ബോക്സ് ഇല്ലേ, ആ ബിന്നിന്റെ അപ്പുറത്തെ തൊട്ടരികത്തെ, അവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ഈ ലെയർ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ അവിടെ ബാക്ക്ഗ്രൗണ്ട് കോപ്പി കിട്ടും നമുക്ക്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ബാക്ക്ഗ്രൗണ്ട് കോപ്പി കിട്ടിയോ? കിട്ടി. ഓക്കെ, ഇനിയിപ്പോ ഈ ബാക്ക്ഗ്രൗണ്ട് കോപ്പി കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മള് ലെയേഴ്സിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ലെയർ നമ്മൾ കാണാറില്ലേ? അതായത് നമ്മൾ മറ്റേ ഈ ആദ്യൊരു റൈറ്റ് സൈഡിലൊരു ബിന്ന്, അത് കഴിഞ്ഞിട്ട് നമ്മളെ തൊട്ടരികത്ത് ഒരു ന്യൂ ലെയർ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടരികത്ത് ഒരു ന്യൂ ഗ്രൂപ്പ് കാണുന്നുണ്ട്. അതിനകത്ത് അരികത്ത് തന്നെ തൊട്ടരികത്ത് തന്നെ അഡ്ജസ്റ്റ്മെന്റ് ലെയർ കാണുന്നുണ്ട്. അതിന് തൊട്ടരികത്ത് കാണുന്ന ഒരു സ്ക്വയർ ബോക്സിൽ ഒരു റൗണ്ട് ഡോട്ട് കാണുന്ന ഒരു ഐക്കൺ ഉണ്ട്, കണ്ടോ? ലെയർ മാസ്ക് ആണോ? ലെയർ മാസ്ക്. ലെയർ മാസ്ക് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ സെലക്ഷൻ കൊടുത്തിരിക്കുന്ന ഓബ്ജക്റ്റിനെ നമ്മൾ അത് ലെയർ മാസ്ക് ചെയ്യാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കോപ്പി എന്ന് പറയുന്നതിൽ തൊട്ടരികത്ത് ഒരു ബ്ലാക്ക് കളറില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒരു ലെയർ വരും, ജസ്റ്റ് ഒരു ബോക്സ് വരും. വന്നോ എല്ലാവർക്കും? ബ്ലാക്ക് വെറും വൈറ്റിലാ വന്നത്. അപ്പൊ സെലക്ഷൻ ആയിട്ടില്ല, സെലക്ഷൻ വന്നിട്ടില്ല. ഇമേജ് സെലക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. സെലക്ഷൻ കൊടുക്കണം.
സെലക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഈ ഇത് ക്ലിക്ക് ചെയ്യണം. സെലക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ മാസ്ക് ആഡ് വെക്ടർ മാസ്ക് എന്ന് പറഞ്ഞ സംഭവത്തിൽ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഐക്കൺ വരും. ഇങ്ങനത്തെ ഒരു ഇതായിട്ട് ഒരു ബോക്സിനകത്ത് സെലക്ഷൻ ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ് വൈറ്റ് ഏരിയ. ഇല്ല, ഇത് ഇങ്ങനെ തന്നെ സെലക്ഷൻ ആയിട്ടുണ്ട്, പക്ഷെ വൈറ്റിലാ കാണുന്നത്. പോലെ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ പാത്ത് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇത് സെലക്ഷൻ ആയി. സെലക്ഷൻ ആയി. അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കോപ്പി ക്ലിക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ മാസ്ക് നമ്മൾ ജസ്റ്റ് ഈ ഐക്കൺ വെക്ടർ മാസ്ക് എന്ന ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഐക്കൺ വരും. ആ തൊട്ട് ബാക്ക്ഗ്രൗണ്ട് കോപ്പിക്കകത്ത് ഇങ്ങനെ ഒരു ഐക്കൺ വരും. ഇവിടെ കാണുന്ന ഒരു ബോക്സിൽ ഒരു ഐക്കൺ വരും. ഇപ്പൊ 2 എണ്ണം വന്നു. ഒന്ന് ക്ലിക്ക് ചെയ്ത് രണ്ടാമത് 2 എണ്ണം വന്നു. 2 എണ്ണം വന്നു. അല്ല, അത് ചെയ്യാൻ പാടില്ല. കൺട്രോൾ സെറ്റ് അടിച്ച് പോവോ. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കോപ്പി മാത്രമായിട്ട് നിർത്തോ. സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ജസ്റ്റ് കോപ്പി എടുക്കുന്നു. അതിനുശേഷം ഞാൻ പാത്തിൽ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ കിട്ടുന്നു. അതിനുശേഷം താഴെ പോയിട്ട് ഈ മാസ്കിനകത്ത് ലെയർ മാസ്കിനകത്ത് പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇതാണ് ലെയർ മാസ്ക്. ഇതിന് തൊട്ട് താഴെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന്റെ മേലെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ സോളിഡ് കളർ ഇടാണെങ്കിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്തിടാൻ പറ്റും. കണ്ടോ? സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. മറ്റേ നമ്മൾ കൺട്രോൾ ജെ പ്രസ് ചെയ്തിട്ട് നമ്മൾ താഴെ സോളിഡ് കളർ ഇടുന്നു. ഇത് നേരെ മറിച്ച് നമ്മൾ മാസ്ക് ചെയ്തിട്ട് താഴെ കളർ ചേഞ്ച് ചെയ്യുന്നു, സോളിഡ് കളർ ഇടുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പോ അങ്ങനെ അതായത് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് പറയാം. സോളിഡ് കളർ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ സോളിഡ് കളർ ഇട്ട് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് റെഡ് ആണ്. നമുക്ക് ഇനിയിപ്പോ ഈ ബാക്ക്ഗ്രൗണ്ട് കോപ്പി എന്ന് പറയുന്നതില് നമ്മുടെ മൊത്തം ഇമേജ് ഉണ്ട്. നമ്മൾ ആ ഭാഗം മാത്രം നമ്മൾ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് മറ്റു ഭാഗങ്ങളൊന്നും കാണാത്തത്. നമുക്ക് കാണണം എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഷിഫ്റ്റ് പിടിച്ചിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തം കാണാണ്ട് പറ്റും. ഷിഫ്റ്റ് പിടിച്ചിട്ട് ആ സ്ക്വയർ ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തം കാണാനായിട്ട് പറ്റും. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? ഷിഫ്റ്റ് പിടിച്ചിട്ട് ജസ്റ്റ് ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് ഇതെന്തിനാ ഉപയോഗിക്കുന്നത് ഇങ്ങനെ? അത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഓക്കെ അല്ലേ? ഇതുവരെ ചെയ്ത് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെയാണ്. ഇത് നമ്മളിപ്പോ ചെയ്യുന്നത് നമുക്കിപ്പോ നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജിന്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയണം. അതായത് ഇപ്പൊ ഇതിന് തൊട്ടറിയാത്ത 2-3 കാർ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു കാറിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കാറ് മാത്രം ക്ലിക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് മാസ്ക് ചെയ്തിട്ട് വെക്കാം. നമ്മൾ നേരെ മറിച്ച് കൺട്രോൾ ജെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമുക്ക് പിന്നീട് വേറെ കാർ അപ്പുറത്തുള്ള കാർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റില്ല. അപ്പൊ അങ്ങനെ കിട്ടാനായിട്ട് അടുത്ത എന്തെങ്കിലും സംഭവങ്ങൾ ആഡ് ചെയ്യാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അതായത് ഇപ്പൊ നമുക്കിപ്പോ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് സൈഡിൽ ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നതിൽ ഒരു ബിൽഡിംഗ് ഒരു കണ്ടെയ്നർ ഉണ്ട്. ലെഫ്റ്റ് സൈഡില് ഈ ഭാഗത്ത് ഈ കണ്ടെയ്നർ ഉണ്ട്. ഉദാഹരണം പറയാണ്, കണ്ടെയ്നർ ആഡ് ചെയ്യണമെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ ഫ്ലോർ ആഡ് ചെയ്യണമെന്ന് വയ്ക്കാം. നമുക്ക് താഴ്ഭാഗം കൂടി വേണം, മറ്റുള്ള ഭാഗങ്ങൾ വേണ്ട. പിന്നീട് വർക്ക് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോ ഞാനിപ്പോ ഇതിന് ഞാൻ ഷിഫ്റ്റ് പിടിച്ചിട്ട് ഞാനിത് ഹൈഡ് ചെയ്യാണ്. അതായത് ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. ഇവിടെ ഇൻഡു മാർക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും പാത്തിൽ പോയിട്ട്
ക്ലിക്ക് ചെയ്യാണ്, വേറെ പാത്ത് ക്ലിക്ക് ചെയ്യാണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ കാറിന്റെ സെലക്ഷൻ അവിടെ ഉണ്ട്, അതായത് പാത്ത് 1 ഉണ്ട് ഓൾറെഡി. ഞാൻ ഈ ഫ്ലോർ മാത്രം ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുക്കുവാണ്. ഓൾറെഡി കാറിന്റെ സെലക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും വരയ്ക്കാം. കാറിന്റെ സെലക്ഷൻ ഉണ്ട് ഓൾറെഡി കേട്ടോ. ഓക്കെ, ഞാൻ സാധാരണ പോലെ തന്നെ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തു. ലെയേഴ്സിൽ പോയിട്ട് ജസ്റ്റ് ഷിഫ്റ്റ് പിടിച്ചിട്ട് തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടില്ല അവിടെ. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പൊ ഞാൻ ഇപ്പോ ഒരു കളറിങ് ചെയ്യാനായിട്ട്, ഈ കാർ കളറിങ് ചെയ്യാനായിട്ട് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി നല്ല ഫ്ലോറിംഗ് ഒക്കെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നീടാണ് അല്ല അടിഭാഗത്ത് കാണുന്ന ഒരു ഫ്ലോറ് കസ്റ്റമർ ആഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അത് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഈ ഭാഗത്തേക്ക് സെലക്ഷൻ ആക്കിയിട്ട്, അതായത് ഈ ബ്ലാക്ക് ഏരിയ കാണുന്ന ഈ ഭാഗത്തേക്ക് സെലക്ഷൻ ആക്കിയിട്ട് ഞാൻ ബ്രഷ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ വൈറ്റ്, അതായത് നമ്മളിപ്പോ ഇതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ കളർ വരുള്ളൂ. ഈ ബോക്സിൽ കാണുന്നിടത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ വൈറ്റ് ആക്കി. നേരത്തെ ചോദിച്ചില്ലേ എന്തിനാണ് അടിയിലെ കളർ എന്ന് ചോദിച്ചത്, ഇതാണ് സംഭവം. വൈറ്റ് ആക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാണ്, ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഏരിയ മാത്രം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റി. ആ ഒരു ഭാഗം മാത്രം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റി. കൺട്രോൾ ജെ പ്രസ് ചെയ്തിട്ടാണ് പോണേന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം നമ്മളത് ബാക്ക്ഗ്രൗണ്ട് കളർ ഇല്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല നമ്മുടെ കയ്യിൽ. മൊത്തം ഇമേജിന്റെ മൊത്തം ഫിൽ ആയിട്ടുള്ള ഇമേജ് നമ്മുടെ കയ്യിൽ ഇല്ല. ആ ഒരു കട്ട് ചെയ്തെടുത്ത പോർഷൻ മാത്രമേ നമ്മുടെ ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോ നമ്മുടെ മൊത്തം ഇമേജ് ഉണ്ട്. കൺട്രോൾ ജെ കോപ്പി അല്ല, കൺട്രോൾ ജെ കോപ്പി അല്ലായിരുന്നു, അല്ല കൺട്രോൾ സി ആണ് കോപ്പി അല്ലെ. കൺട്രോൾ ജെ എന്തായിരുന്നു? കോപ്പി. കൺട്രോൾ ജെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കാനാണ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ ജെ കട്ട് ചെയ്യാനായിട്ട്, അതായത് ഒരു ഒബ്ജക്റ്റിനെ മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ടാണ്, സെലക്ഷൻ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് കൺട്രോൾ ജെ പ്രസ് ചെയ്യുന്നത് കേട്ടോ. കൺട്രോൾ സി എന്ന് പറയുന്നത് മൊത്തത്തിൽ പറഞ്ഞ പോലെ ജസ്റ്റ് കൺട്രോൾ സി കൺട്രോൾ വി, നമ്മൾ സാധാരണ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ. ഏത് കമ്പ്യൂട്ടറിൽ എന്ത് വേണമെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുമല്ലോ. കൺട്രോൾ സി കൺട്രോൾ വി ആ സെയിം തന്നെ പ്രൊസീജിയർ ആണ്. മറ്റേതെന്ന് പറയുന്നത് കൺട്രോൾ ജെ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇമേജിന്റെ എഡ്ജുകൾ മാത്രം ഉണ്ടാവുള്ളൂ, മൊത്തത്തിലുള്ള ഇമേജ് നമുക്ക് ഉണ്ടാവില്ല കൺട്രോൾ ജെ പ്രസ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാല്, നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് കസ്റ്റമർ പറയാണ് അത് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും അവിടെ ആഡ് ചെയ്യേണ്ടത്, ആ ഇന്ന ഭാഗം ആ ഇമേജിൽ ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്തോ എന്ന് പറയുമ്പോൾ നമ്മളെ ആ ഫുൾ ഇമേജ് ഇല്ലാത്ത കാരണം കൊണ്ട് വീണ്ടും നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ലെയർ മാസ്ക് ചെയ്യുന്നത്. ആ ലെയറിന്റെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മാസ്ക് ചെയ്ത് വെക്കും. ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ അത് ബ്രഷ് ചെയ്തിട്ട് കയറ്റാം. അതിന് ഭാഗം ആവശ്യമാണ്, അല്ലെങ്കിൽ ഷെയ്ഡ് ആവശ്യമാണ്. അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാസ്കിങ് ടൂള് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യത്തില് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തായാലും ഇത് പുതിയൊരു, ഞാൻ ഈ പെൻ ടൂൾ പഠിപ്പിച്ച പോലെ തന്നെയാണ് ഈ ഒരു ടൂളും. അതുകൊണ്ട് ഗ്രൗണ്ട് ആഡ് ചെയ്തത് ഒന്നുകൂടെ പറഞ്ഞുതരോ? അതായത് ഏതാണ് ആഡ് ചെയ്തതെന്ന്? ഗ്രൗണ്ട് ആഡ് ചെയ്തില്ല. ആഡ് ചെയ്തു. ഓക്കെ, ഞാൻ പറയാം. ഞാൻ കണ്ടുപിടിച്ച് പോവാണ്. ഇപ്പൊ ഞാന് ഇതിനകത്ത് ആദ്യം തന്നെ ഇമേജ് ഞാൻ കട്ട് ചെയ്തെടുത്തു. അതായത് ജസ്റ്റ് പെൻ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗം എഡ്ജ് കട്ട് ചെയ്തിട്ടൊക്കെ ഞാനത് ലെയർ മാസ്ക് ചെയ്തു ഇമേജ്. അതിനുശേഷം കസ്റ്റമർ പറഞ്ഞു ഫ്ലോറും കൂടി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ലെയറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അതായത് ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കോപ്പിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുന്ന ആ ഇതിൽ ഷിഫ്റ്റ് പിടിച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എല്ലാ ഭാഗവും വിസിബിൾ ആയി. ആ ലെയറിന്റെ ആ ഒബ്ജക്റ്റിന്റെ എല്ലാ ഭാഗവും വിസിബിൾ ആയി. മാസ്കിങ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എന്നിട്ട് പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് പെൻ ടൂളിന്റെ ഷോർട്ട് കീ പി. ഓക്കെ, ജസ്റ്റ് നമ്മൾ ആ ഫ്ലോർ ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുക്കുന്നു. അത് നമ്മളിവിടെ പാത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാത്ത് 1 സേവ് ചെയ്തതായതുകൊണ്ട് അതിനകത്ത് പോയിട്ടില്ല. നെക്സ്റ്റ് വേറൊരു പാത്തായിട്ടാണ് ക്രിയേറ്റ് ആവുന്നത് കേട്ടോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കാറിന്റെ സെലക്ഷൻ ഓൾറെഡി ഉള്ളത് കാരണം കൊണ്ട് ഞാൻ മോളിൽ കൂടെ ഇങ്ങനെ വരച്ചതാണ് കേട്ടോ.
അവിടെ മൊത്തത്തിൽ വരുന്നതുകൊണ്ട് അങ്ങനെ വരച്ചതാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കൺട്രോൾ എന്റർ പ്രസ് ചെയ്യുന്നു സെലക്ഷന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലെയേഴ്സിൽ പോയിട്ട് വീണ്ടും ഷിഫ്റ്റ് പിടിച്ചിട്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതില് നമ്മൾ ജസ്റ്റ് മാസ്കിന്റെ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ വീണ്ടും നമ്മൾ പഴയ സ്റ്റേജ് എത്തി, ഒബ്ജക്റ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കോപ്പിയുടെ, അതായത് നമ്മൾ മറ്റേ മാസ്കിൽ വെച്ചിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ പോർഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട്, ബ്രഷ് ടൂളിന് ബി ആണ് ഷോർട്ട് കീ വരുന്നത്, ബ്രഷ് ടൂൾ ബി കേട്ടോ. അത് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ വൈറ്റ് ആക്കണം. അതായത് ഇതിനകത്ത് നമ്മൾ ഈ മാസ്കിങ്ങിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, വേറെ കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല. മാസ്കിങ് എന്ന് പറയുന്നത് അതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് റെഡോ വൈറ്റോ റെഡോ പിങ്കോ അങ്ങനത്തെ ഒന്നും വരില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓൺലി. ഓക്കെ, അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമുക്ക് വരാനായിട്ട് വൈറ്റ് ആണ് നമുക്ക് ഒബ്ജക്റ്റ് സെലക്ഷൻ ആയിട്ട് വരിക. ബ്ലാക്ക് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ബ്ലാക്ക് ആകുമ്പോൾ നമ്മൾ മാറ്റി കളയും, അത് മറഞ്ഞു പോകും. വൈറ്റ് പോർഷൻ ആണെങ്കിൽ നേരത്തെ ക്ലിക്ക് ചെയ്ത് ഇവിടെ മാർക്ക് ഉണ്ടാകും, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാം കണ്ടോ. വൈറ്റ് പോർഷൻ ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഈ ടൂള് യൂസ് ചെയ്യുക. മാസ്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ഇത് മെയിൻ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും വല്ലത് റിവേഴ്സിൽ പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ നമ്മൾ മുൻകരുതൽ എന്ന രീതിയിൽ മാസ്കിംഗ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുക വർക്ക് ചെയ്യുമ്പോൾ കേട്ടോ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രോഷർ ചെയ്തു, അതിനകത്ത് ഒരു സിറ്റിംഗ് ആയിട്ട് ബ്രോഷറിനകത്ത് ഒരു ലേഡിയുടെ ഫിഗർ കട്ട് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അധികത്തൊരു ലാപ്ടോപ്പ് ഉണ്ടാവും, ആ ലാപ്ടോപ്പിന് ഒഴിവാക്കിയിട്ടാവും ചെയ്തിട്ടുണ്ടാവും. പിന്നീട് കസ്റ്റമർ പറഞ്ഞാൽ ലാപ്ടോപ്പും കൂടി നമ്മൾ ഇതിലോട്ട് വെക്കാൻ പറഞ്ഞാൽ നമുക്ക് പിന്നെ കൺട്രോൾ ജെ പ്രസ് ചെയ്തിട്ടാണ് പോയിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഇരുന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നിൽക്കണം. മറ്റേതാണെങ്കിൽ നമ്മൾ ഓൾഡ് കീ പ്രസ് ചെയ്തിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് നമ്മളത് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഭാഗമൊക്കെ വരച്ചെടുക്കും. വരച്ചിട്ട് വീണ്ടും നമ്മൾ ആ മാസ്കിനുള്ളിലേക്ക് ആ ഫിഗർ ആഡ് ചെയ്യും. ഇവിടം വരെ കിട്ടിയില്ലേ, പക്ഷെങ്കിൽ സെലക്ഷൻ ആയിട്ട് സാർ പറഞ്ഞ പോലെ വൈറ്റ് അത് പിന്നെ ലെഫ്റ്റ് സൈഡില് നമ്മൾ കളർ പിക്ക് ചെയ്യുന്നിടത്ത് വൈറ്റ് ആക്കണം, മുകളിൽ വൈറ്റ് വരണം. മേലെ വൈറ്റ് എന്നിട്ട് നമ്മള് ഈ മാസ്കിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് കോപ്പിയുടെ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന ആ സ്ക്വയർ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രഷ് ചെയ്യുക. സെലക്ഷൻ നിൽക്കുന്നുണ്ടല്ലോ ഓൾറെഡി. ഓ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതാക്കണം. ക്ലിക്ക് ചെയ്തിട്ട് വേണം ബ്രഷ് ചെയ്യാനായിട്ട് കേട്ടോ. ശരിയാവുന്നുണ്ടോ? സെലക്ഷൻ വരുന്നില്ല. ബ്ലാക്കിന്റെ അവിടെ, അതായത് നമ്മളിപ്പോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏരിയയില് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യുക, വൈറ്റ് ആക്കിട്ട് ചേഞ്ച് ചെയ്യാം. അതിലല്ല ലേയേഴ്സില് നമ്മളിപ്പോ മാസ്ക് ചെയ്ത് വെച്ചിട്ടില്ലേ കാറിന്റെ ഷേപ്പ്, അതിൽ സെലക്ഷൻ എനിക്ക് വോയിസ് അത്ര കണ്ട് ക്ലിയർ ആവുന്നില്ല, ബ്രേക്ക് ആയി പോകുന്നുണ്ട്, ഇങ്ങനെ സെറ്റ് ആവുന്നില്ല. കാറിന്റെ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ? ലാസ്റ്റ് ചെയ്ത് ഞാൻ മറ്റേ ഫ്ലോർ ആഡ് ചെയ്തത്. ഓക്കെ, ആഡ് ചെയ്തത് ബ്രഷ് എടുക്കുന്നതിന് മുമ്പായിട്ടൊരു സെലക്ഷൻ ഇല്ലേ? സെലക്ഷൻ അതെ, അത് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല ക്ലിക്ക് ചെയ്തിട്ട്. സെലക്ഷൻ പറ്റുന്നില്ല. ഓക്കെ, അതിനിപ്പോ നമ്മൾ ജസ്റ്റ് പെൻട്രോൾ വെച്ചിട്ട് വരച്ചില്ലേ, വരച്ചതിന് ശേഷം കൺട്രോൾ എന്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് സെലക്ഷൻ കിട്ടും. ഓക്കെ, സെലക്ഷൻ ഒക്കെ വന്നു, പക്ഷെ ഇതാണ് വരാത്തത്. സാറ് മൂവ് ചെയ്തപ്പം ആ ഗ്രൗണ്ട് വന്നല്ലോ, അതുപോലെ വരുന്നില്ല. അങ്ങനെ വരുന്നില്ല. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കോപ്പിയിലാ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ റെഡ് കളറിലാണ് സെലക്ഷൻ ആവുന്നത്. അതായത് ഈ ലെയേഴ്സില് ബാക്ക്ഗ്രൗണ്ട് കോപ്പിയാണ് സെലക്ട് ചെയ്തത്. മാസ്ക് ചെയ്ത് വെച്ച അത് ക്ലിക്ക് ചെയ്തപ്പം റെഡ് കളറിലാണ് അവിടെ സെലക്ഷൻ വന്നത്. അത് കിക്ക് മാസ്ക് ഓൺ ആയി കിടക്കുന്നുണ്ടോ ഓൾറെഡി? ഉണ്ട്. കിക്ക് മാസ്ക് ഓൺ ആക്കാൻ പാടില്ല. ഓ, അതിന് എന്ത് ചെയ്യും? ക്യൂ പ്രസ് ചെയ്യാൻ പാടില്ല. ക്യൂ പ്രസ് ആയിണ്ടാവും. നമുക്കപ്പോ അത് നമുക്ക് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെയറിനകത്ത് റെഡ് കളർ വരും. ഏത് ലെയറിലാണ് നമ്മൾ ക്യൂ പ്രസ് ചെയ്ത് വെച്ചാൽ ലെയറിൽ റെഡ് കളർ വരും ഈ ഏരിയയില് ലെയേഴ്സിനകത്ത്.
ഓക്കെ, അപ്പൊ ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും, അത് കുഴപ്പമില്ല. ക്യൂ മാസ്കിംഗ് ആണ്, അത് നമുക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ക്വിക്ക് മാസ്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ സെലക്ഷൻ പോയി, ആ ഗ്രൗണ്ടിന്റെ സെലക്ഷൻ പോയി ക്യൂ പ്രസ് ചെയ്തപ്പം. ആ ക്യൂ പ്രസ് ചെയ്യുമ്പോൾ സെലക്ഷൻ പോകും, അത് കാണിക്കില്ല. ആ ഭാഗം മാത്രമേ ഏരിയ മാത്രമേ കാണിക്കത്തുള്ളൂ. ക്യൂ ഒഴിവാക്കുകയാണെങ്കിൽ സെലക്ഷൻ നിൽക്കുന്നുണ്ടാവും അല്ലേ? ഇല്ല, സെലക്ഷൻ പോയി. ക്യൂ ഒഴിവാക്കിയപ്പോ സെലക്ഷൻ പോയി, ആ ഗ്രൗണ്ടിന്റെ സെലക്ഷൻ പോയി. സെലക്ഷൻ പോയി. അപ്പൊ പാത്തിന് പോയിട്ട് വീണ്ടും സെലക്ഷൻ കൊടുക്കും. അപ്പൊ ഓക്കെ. ലെയറിൽ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കോപ്പിയുടെ ലെയറിൽ പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഉണ്ട്, മാസ്ക് ചെയ്ത് വെച്ച പോർഷൻ, അത് ക്ലിക്ക് ചെയ്യണം എല്ലാവരും. അതെല്ലാം വിട്ടുപോകും ആ ഭാഗം ക്ലിക്ക് ചെയ്യാനായിട്ട്, അവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. ബ്രഷ് ടൂൾ എടുത്തിട്ട് ബ്രഷ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ വൈറ്റ് ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ കളർ വൈറ്റ് ആണോ ശ്രദ്ധിക്കുക. ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വരുന്നില്ല. സെലക്ഷൻ ആയിട്ടുണ്ടോ അതുവരെ? സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമോ? ഇനി സെലക്ഷൻ കൊടുക്കുമോ? സെലക്ഷൻ ആയിട്ടാണുള്ളത്. സെലക്ഷൻ ആണോ? ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി സെലക്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ലെയേഴ്സിൽ പോയിട്ട് അവിടെ പാത്തും കൂടി കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പാത്തിന് സെലക്ഷൻ കൂടി കാണുന്നുണ്ടല്ലോ. ജസ്റ്റ് പിക്ചർ ഒന്ന് കാണിക്കും. കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തേ. കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യും. അപ്പൊ അവിടെ തുറന്ന് കാണിക്കും. കുഴപ്പമില്ല. അപ്പൊ ഇനി ലെയേഴ്സിൽ പോയിട്ടേ ബാക്ക്ഗ്രൗണ്ട് കോപ്പി എന്ന് പറയുന്നതില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ലെയേഴ്സിൽ കേട്ടോ, ലെയേഴ്സിൽ ഇപ്പൊ ഒന്നും കാണും. ലെയേഴ്സ് എന്ന് പറയുന്ന ടാബ് ഉണ്ട്, റൈറ്റ് സൈഡിൽ വരുന്ന ലെയേഴ്സ് എന്ന് പറയുന്ന ടാബിനകത്ത് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞോളൂ. ലെയേഴ്സ് ഒന്നും ഇപ്പൊ കാണാനില്ല. ഓക്കെ, അത് പോയോ? അപ്പൊ ഞാൻ പറഞ്ഞത് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ വിൻഡോയില് പോയിട്ട് മോഡല് വിൻഡോ ഇല്ലേ, മോഡല് വിൻഡോ എന്ന് കാണുന്ന ഓപ്ഷൻ, അതായത് ഫയൽസ് ഒക്കെ കാണുന്നതിന്റെ അവിടുത്തെ വിൻഡോ എന്ന് പറഞ്ഞിട്ട് ലെയേഴ്സ് എന്ന് പറഞ്ഞ് കാണും. ടിക്ക് ചെയ്തിട്ടാണുള്ളത്. അപ്പൊ അവിടെ ഉണ്ടല്ലോ ലെയേഴ്സ് ഉണ്ടാവുമല്ലോ. ജസ്റ്റ് ഏതെങ്കിലും ഉള്ളിൽ കിടക്കുന്നുണ്ടാവും, ഏതെങ്കിലും ഉള്ളിൽ കയറി പോയിട്ടുണ്ടാവും ടാബിനകത്ത്. ഒന്ന് നോ ലെയേഴ്സ് മാച്ച് ദ ഫിൽറ്റർ എന്നുണ്ട്. അല്ല, ലെയേഴ്സ് കാണുന്നുണ്ട് എന്തായാലും. ലെയേഴ്സിന്റെ ടാബ് എന്തായാലും വരേണ്ടതാണ്. എറർ വരില്ല. ലെയേഴ്സിനകത്ത് ഇതിനകത്ത് കയറി പോയതായിരിക്കാം, വല്ല ടൂൾസിന്റെ ഉള്ളിലോട്ടോ അല്ല വല്ല ബോക്സിനുള്ളിലോട്ടോ കയറി പോയതായിരിക്കാം. പറഞ്ഞോ. കാണുന്നില്ല. ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ലെയേഴ്സ് എന്ന് പറയുന്നതിന് വിൻഡോയിൽ പോയിട്ട് ലെയർ ഒന്നുകൂടി ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിയാൽ മതി. ലെയേഴ്സിന്റെ വിൻഡോയിൽ പോയിട്ട് ലെയർ ഒന്നും ക്ലിക്ക് ചെയ്യുക. അപ്പൊ ടിക്ക് പോകും, ഓൾറെഡി ടിക്ക് പോകും. അതിനുശേഷം വീണ്ടും കൂടി വിൻഡോയിൽ പോയിട്ട് ലെയേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, രണ്ടാമത് വരും. എനിക്ക് ക്ലിയർ ആവുന്നില്ല, സ്ക്രീനും ക്ലിയർ ആവുന്നില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം ഈ സംഭവം എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പോ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ബാക്ക് അടിച്ച് പോവാണ്. ഓക്കെ, ഓൾറെഡി ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു. അതായത് ഒബ്ജക്റ്റിന് ജസ്റ്റ് വരച്ചെടുത്തതിന് ശേഷം പെൻ ടൂൾ വെച്ചിട്ട് വരച്ചെടുത്തതിന് ശേഷം ഞാൻ മാസ്ക് ചെയ്തു. മാസ്ക് ചെയ്തതിന് ശേഷം കസ്റ്റമർ പറഞ്ഞ പോലെ ഫ്ലോർ ആഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന ആ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്യാണ്.
അപ്പൊ ഈ ലെയറിന്റെ മൊത്തത്തിലുള്ള എല്ലാ ഭാഗവും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ലെയർ നമ്മൾ മാസ്കിങ് ഓഫ് ആണ്. ഈ ഇൻഡ് വന്ന ഓഫ് ആണ്. ഇൻഡ് വരാനായിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യില്ല, അത് ഓഫ് ആവും. ഓക്കെ, അതിനുശേഷം നമ്മൾ പാത്ത് വരച്ചിട്ട് ആ ഒരു ഭാഗം നമ്മൾ വരച്ചെടുക്കുക. ഓക്കെ, വരച്ചെടുത്ത ശേഷം ഞാൻ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പൊ അവിടെ സെലക്ഷൻ അവിടെ വരുന്നു. ഒരു സെലക്ഷൻ വരുന്നുണ്ട്. കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ വരും. അതിനുശേഷം ഞാൻ ബാക്ക്ഗ്രൗണ്ട് കോപ്പിയിൽ പോയിട്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് വീണ്ടും ഞാൻ മാസ്കിങ് ഓൺ ആക്കുന്നു. ഓക്കെ, ഓൺ ആക്കിയതിനു ശേഷം ഞാൻ ബ്രഷ് ടൂൾ വെച്ചു. ബി ആണ് ബ്രഷ് ടൂളിന്റെ ബി വെച്ചിട്ട് ബ്രഷ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് അപ്പൊ നോക്കേണ്ടത് ഇവിടെ നമ്മൾ ഇവിടെ ഈ ഭാഗം, അതായത് ഇപ്പൊ എടുക്കുന്ന സെലക്ഷൻ എടുക്കുന്നത് ഇമേജിലാണ്, മാസ്കിങ്ങിനല്ല. മാസ്കിങ്ങിനാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എടുക്കും. ഓൾറെഡി ഇവിടെ മുകളില് വൈറ്റും താഴെ ബ്ലാക്കും ആണ് വരണ്ടേ. മോൾ ഭാഗമാണ് നമ്മൾ വൈറ്റ് വരുന്ന പോർഷനാണ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോ വൈറ്റ് വരുന്ന പോർഷൻ ആക്കിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ഇവിടെ മൂവ് ചെയ്യാൻ മാറ്റാനും പറ്റും. കണ്ടോ, മാറ്റിയതിന് ശേഷം വൈറ്റ് ആക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ ബ്രഷ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കൺട്രോൾ ഡി പ്രസ് ചെയ്ത സെലക്ഷൻ പോവും. ഇതാണ് അതിന്റെ യൂസ്. അതായത് ഈ ബ്രഷ് ടൂൾ വെച്ചിട്ട് മാസ്കിങ് ചെയ്യുന്നതിന്റെ യൂസ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഈ മാസ്കിങ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ഫിഗറിനെ നമ്മൾ മൊത്തത്തിൽ കളയാതെ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഭാഗം മാത്രം നമ്മൾ മാസ്ക് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നല്ല എഡിറ്റ് പറയുവാണെങ്കിൽ ആ ഭാഗം കൂടി ആഡ് ചെയ്ത് നമ്മളത് യൂസ് ചെയ്യുന്നു. റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മാസ്കിങ് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. മറ്റേത് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, റിസൾട്ട് സെയിം തന്നെ ആയിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു എഡിറ്റോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് റീക്ലിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇമേജ് ചെയ്യുമ്പോൾ മാസ്കിങ് എടുത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിചാരിക്കണം. അതായത് ജസ്റ്റ് ഇമേജ് മാസ്കിങ്ങും അതേപോലെ തന്നെ ബ്രഷിങ്ങും കാര്യങ്ങൾ പറഞ്ഞതും മനസ്സിലാക്കി വിചാരിക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇതൊന്നുകൂടെ ചെയ്ത് നോക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നോക്കിയിട്ട് ഇപ്പൊ ലെയേഴ്സ് കിട്ടാനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വിൻഡോയിൽ പോയിട്ട് ലെയർ എന്ന് പറയുന്ന അത് ക്ലിക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ F7 പ്രസ് ചെയ്താലും ലെയേഴ്സ് കിട്ടും. ഓക്കെ, ഇവിടെ ലെയർ F7 പ്രസ് ചെയ്താലും ലെയേഴ്സ് കിട്ടും. ഏതെങ്കിലും ഉള്ളിലോട്ട് കയറിപ്പോയതായിരിക്കാം, അല്ല ഇതിനകത്തോട്ട് ടാബിനകത്തോട്ട് കയറിപ്പോയതായിരിക്കാം. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ലെയേഴ്സ് നോക്കുക. ലെയറിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇമേജ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് മാസ്ക് ചെയ്ത് നോക്കുക. മാസ്ക് ചെയ്തതിനു ശേഷം വേറെ എന്തെങ്കിലും എലിമെന്റ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ടൂൾ വെച്ചിട്ട് വേണം ബ്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഇമേജ് നമ്മൾ കട്ട് ചെയ്തിട്ട് മാസ്ക് ചെയ്തിട്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് അയക്കുക. ഓക്കെ, വേറെ ഇമേജുകൾ ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഇമേജുകൾ നെറ്റിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു ഈ ഇമേജ് കൂടാതെ ഒരു ഇമേജ് കൂടി എടുത്തിട്ട് എല്ലാവരും ജസ്റ്റ് കട്ട് ചെയ്യുക. അതായത് പെൻസിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന്റെ അത് മാസ്ക് ചെയ്യുക. മാസ്ക് ചെയ്തിട്ട് എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അതായത് ഇപ്പൊ ഇങ്ങനെ കാണുന്ന ഒരു സ്ക്രീൻഷോട്ട് മാറ്റിയിട്ടല്ല പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ഇമേജ് ആയിട്ട് അയക്കണ്ട. ഇമേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, മാസ്കിങ് ചെയ്തത് ശരിയാണോ എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അത് വേണ്ട, ഇങ്ങനത്തെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. വർക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനത്തെ തന്നെ സ്ക്രീൻഷോട്ട് വർക്ക് ചെയ്തിട്ട് ലെയേഴ്സും കാണുന്ന രീതിക്കുള്ള സ്ക്രീൻഷോട്ട്. അപ്പൊ എനിക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും മാസ്കിങ് കറക്റ്റ് ആയിട്ടുണ്ടോ ചെയ്തതാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്തിട്ട് ഈ ഇമേജും നെറ്റിനെടുക്കുന്ന ഒരു ഇമേജും കൂടി ഈ ഇമേജ് ചെയ്യാൻ കൂടാതെ ഒരു ഇമേജും കൂടി നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് നിങ്ങൾക്ക് പറ്റുന്ന ഏത് ഇമേജാലും കുഴപ്പമില്ല. ഒരു ഇമേജ് കൊണ്ട് ക്ലിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് മാസ്ക് ചെയ്തിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ലെയേഴ്സ് കാണുന്ന രീതിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. സാറേ, ഇപ്പൊ ഈ ഇമേജില് ഇപ്പൊ നമ്മള് വർക്ക് പാത്ത് അടിയിലത്തെ ഫ്ലോർ സെലക്ട് ചെയ്യാനായിട്ട് രണ്ടാമത്തെ വർക്ക് പാത്ത് അല്ലേ സെലക്ട് ചെയ്തത്? അതായത് നമ്മള് ആദ്യം ഒരു പാത്ത് വരച്ചതിന് ശേഷം രണ്ടാമത്തെ പാത്ത് എന്ന് പറയുന്നത് വർക്ക് പാത്തായിട്ടാണ് വരിക. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ആ പാത്ത് സേവ് ചെയ്യാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി.
പാത്ത് 2 എന്ന് പറഞ്ഞിട്ട് സേവ് ആവും. ആ ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ഓരോരോ പാത്തുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് സേവ് ചെയ്ത് പോണതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ ഒരു ഒബ്ജക്റ്റും കൂടി ഇനിയിപ്പോ അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ പുതിയ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യായിരിക്കും നല്ലതല്ലേ? നല്ലത്. അതെ, അങ്ങനെ ലെയേഴ്സ് ചെയ്യണ പോലെ തന്നെ ഈ പാത്തിലും അങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ വട്ടം നമ്മളെ ഭാഗം വരച്ചിട്ട് അപ്പൊ ഓരോ വട്ടം വരയ്ക്കുമ്പോൾ ഓരോ ഷേപ്പ് ആയിരിക്കും വരിക. ഒരു പാത്തില് എല്ലാം സെലക്ഷൻ ചെയ്യുമ്പോ മൊത്തം സെലക്ട് ആയി വരാണ്. അതായത് ഒരു പാത്തില് ഒബ്ജക്റ്റിനെ മൊത്തം സെലക്ട് ചെയ്യാം. പിന്നീട് പാത്തുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ പാത്തായിട്ട് സേവ് ചെയ്ത് പോവായിരിക്കും ബെറ്റർ. ഫ്ലോറ് ഒരു പാത്ത് പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ അതൊരു പ്രൊഫഷണൽ സ്റ്റേ അങ്ങനെയാണ് വേണ്ടത്. പ്രൊഫഷണൽ ആയിട്ട് ചെയ്ത് പോകുമ്പോൾ എല്ലാത്തിനും ഒരു ബാക്കപ്പ് വേണം. അപ്പൊ ഫ്ലോർ ആണെങ്കിൽ ഫ്ലോർ റീനെയിം ചെയ്താൽ മതി, ഫ്ലോറിന് കൊടുക്കുക. ഓക്കെ, അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ കണ്ടെയ്നർ ഉണ്ടല്ലോ, കണ്ടെയ്നർ മാത്രം ക്ലിപ്പ് ചെയ്തെടുക്കാം. അപ്പൊ അതിന് കണ്ടെയ്നറിന് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് പോവാം. ഓക്കെ, അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇമേജ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം മാസ്ക് ചെയ്ത് നോക്കുക. മാസ്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇമേജ് അയക്കാനുണ്ട്, അത് വരെ മറക്കരുത്. അതായത് ഇത് എന്ന് പറയുന്നത് ബേസ് ആണ്, ഈ മാസ്കിങ് എന്ന് പറയുന്നത്. ഈ മാസ്കിങ്ങിൽ തന്നെ ഇനിയും പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഷാഡോ എടുക്കണമെന്നുണ്ട്, ഒബ്ജക്റ്റിന്റെ ഷാഡോ എടുത്തിട്ട് അത് മാസ്ക് ചെയ്യും. അപ്പൊ ഈ കാറിന്റെ ഫ്ലോർ മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഷാഡോ വൈറ്റ് ഏത് പൊസിഷനിൽ കൊണ്ടുപോയാലും, വൈറ്റോ റെഡോ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോയാലും ഷാഡോയും ഒബ്ജക്റ്റ് മാത്രമായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനത്തെ വരുന്ന മാസ്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ആദ്യം ട്രൈ ചെയ്യുക. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടി സിമ്പിൾ ആവും. അല്ലെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ഇമേജ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇമേജ് കട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ട് മാസ്ക് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കുക ലെയേഴ്സിന്റെ പോലെ. കൂടാതെ വേറൊരു ഇമേജും കൂടി നെറ്റിൽ എടുത്തിട്ട് ഏത് ഇമേജ് ആയാലും കുഴപ്പമില്ല, ഇഷ്ടത്തിനുള്ള ഇമേജ് എടുത്തിട്ട് വർക്ക് ചെയ്തിട്ട് മാസ്ക് ചെയ്ത് നോക്കുക. അതിന്റെ സ്ക്രീൻഷോട്ട് ഇതേപോലെ എടുത്തിട്ട് എനിക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ആക്കാം. ഇന്നത്തെ ക്ലാസ് ഓക്കെയാണ്, നിർത്താണ്. ഓക്കെ. അപ്പൊ ശരി. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.